അപ്പം ഇന്ന് നമ്മൾ ഇനി തൊട്ട് പറയാൻ പോകുന്നത് ചെറിയ ചെറിയ ടിപ്സുകളാണ്. ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സ്. അതെ, നമുക്ക് ഓരോ കൊച്ചു കൊച്ചു ടിപ്പുകൾ എന്നാൽ വളരെ ഗുണമുള്ള കാര്യമാണ്. വളരെ വളരെ ഗുണമാണ്. നിങ്ങൾക്കത് എളുപ്പം പാലിക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. സ്കിൻ ആൻഡ് ഹെയറിലുള്ള ബ്യൂട്ടി ടിപ്സ്, ഹെൽത്തിനെ പറ്റിയുള്ള ബ്യൂട്ടി ടിപ്സുമാണ്. ഹെൽത്തിനെ പറ്റിയുള്ള ടിപ്സുമാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തലയിൽ തുടങ്ങാം. തലയിൽ ആദ്യം ചീപ്പ്. അപ്പോൾ ഇന്ന് പറയാൻ പോകണം. ചീപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഇങ്ങനെ എടുത്ത് ചെയ്തും തിരിച്ച് അത് അവിടെ തന്നെ വയ്ക്കും. അപ്പം ഡെയിലി നിങ്ങൾ ഉപയോഗിക്കുന്ന 3-4 പ്രാവശ്യം ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ചീപ്പ്. അപ്പം ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടാണ് ചീപ്പ് എല്ലാവർക്കും ഇരിക്കുന്നത്. പേൻ ചീപ്പുണ്ട്, ഈ അല്ലാത്ത ചീപ്പുണ്ട്, സാധാ ചീപ്പുണ്ട്. ഈ 2 ചീപ്പ് നിങ്ങൾ എപ്പോഴും ദിവസവും ഇങ്ങനെ ചീകിയിട്ട് തിരിച്ച് വയ്ക്കുമ്പോൾ നിങ്ങളുടെ തൊലി ഇങ്ങനെ ഇളകുന്നുണ്ട്. ഇപ്പോൾ താരനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നല്ലതുപോലെ തൊലി ഇളകി വരും. അല്ലാത്തവർക്കും തൊലി ഇളകി എണ്ണമയവും വരും. അപ്പോൾ ഈ ചീപ്പിനകത്ത് എപ്പോഴും എണ്ണമയവും കാണും. ഈ തൊലി പറ്റി പിടിച്ചിരിക്കും. അപ്പം നമ്മളതിങ്ങനെ ഓരോ ദിവസവും കോതുമ്പോഴും പെഞ്ചിപ്പിലാണെങ്കിൽ ശരിക്കും പറ്റി പിടിച്ച്, കാരണം ഇങ്ങനെ വളരെ വളരെ അടുത്തായതുകൊണ്ട് ഭയങ്കരമായിട്ടിരിക്കും. അപ്പോൾ അതിനകത്ത് അഴുക്കുണ്ടാവും. ആ അഴുക്ക് നമ്മളങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ പൂപ്പൽ പിടിക്കും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കാണും. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം പിന്നെയും കഴുകുക മീൻസ് ചിലർ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. വെള്ളത്തിലൊന്നും ഇട്ടാൽ പോകില്ല, എണ്ണമയം വെള്ളത്തിലിട്ടാൽ പോകത്തേ ഇല്ല. അപ്പോൾ കഴുകാതെ നമ്മൾ അടുത്ത് പിന്നെയും ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്വന്തം തൊലി ഇരുന്ന് അഴുകിയെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ എണ്ണമയം കൂടെ ചേർത്ത് നല്ലപോലെ ബാക്ടീരിയയിലും ഫംഗസും ഇൻഫെക്ഷൻ, വെള്ളം നനഞ്ഞിരിക്കുകയാണെങ്കിൽ ഫംഗസും ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ തിരിച്ച് പിന്നെയും തലയിലിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, ചൊറിച്ചിലുണ്ടാവും, ഉരുക്കളുണ്ടാവും. അപ്പം ഇത് പ്രധാന കാരണമാണ് തല ചൊറിച്ചിലുള്ളൊരു പ്രധാന കാരണം നിങ്ങൾ ഈ ചീപ്പ് കഴുകാതെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ചീപ്പ് നിർബന്ധമായിട്ട് ഷാമ്പു ഉപയോഗിച്ച്, തലയിൽ സോപ്പ് ഷാമ്പു എണ്ണയൊന്നും ചെയ്യരുത്. ചീപ്പിൽ ഷാമ്പു ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു ചെറിയ പഴയ ബ്രഷ് വെച്ച്, നല്ല പല്ല് തേക്കുന്ന ബ്രഷായാലും മതി, അത് വെച്ച് നന്നായിട്ടത് കഴുകണം. കഴുകിയതിന് ശേഷം തലയിൽ തൊടാവും. അതാണ് ശരിക്കും ചെയ്യാനുള്ളത്. ചീപ്പ് അപ്പോൾ ഡെയിലി കഴുകണം. താരൻ മാറാത്തതിൻ്റെ ഒരു പ്രധാന റീസണും തല ചൊറിച്ചിലുണ്ടാകുന്നതിനും കുരുക്കളുണ്ടാകുന്നതിനും ഒരു പ്രധാന റീസൺ ഈ ചീപ്പ് നിങ്ങളിങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. പേൻ ചീപ്പ് നിർബന്ധമായിട്ട്, കാരണം പേൻ ചീപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമാണ്. അത് നിങ്ങൾ എപ്പോഴും ഉപയോഗിച്ചാലും ഇതുപോലെ ആദ്യം നല്ല വൃത്തിയായിട്ട് ഷാമ്പു ഇട്ടിട്ട് വേറൊരു പഴയ ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന്, പല്ല് തേക്കുന്ന ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇത് പേൻ ചീപ്പും തലയിൽ ഉപയോഗിക്കാം. അതുപോലെ ഈ പേൻ ചീപ്പിട്ടാണെങ്കിലും ഭയങ്കര ഇറുക്കി കോതാൻ പാടില്ല. ഇറുക്കി കോതിക്കഴിഞ്ഞാൽ മുറിഞ്ഞു കഴിഞ്ഞാൽ പെയിൻ കൂടും. യഥാർത്ഥത്തിൽ കുറയുന്നതിന് കൂടും. അതിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ വരും, കുരുക്കൾ വരും, ഇവിടെ ഇങ്ങനെ കഴല പോലെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അത് കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് പേൻ ചീപ്പ് ഉപയോഗിക്കുമ്പോഴും വളരെ സോഫ്റ്റായിട്ട് ഇങ്ങനെ കോതാം. ഭയങ്കര ഇറുക്കി മുറിക്കാൻ പാടില്ല. മുറിച്ച് കഴിഞ്ഞാൽ കുഴപ്പമാണ്. അതുപോലെ തന്നെ ചീപ്പ് ഡെയിലി കഴുകണം. പേൻ ചീപ്പാണെങ്കിൽ ഇതാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം. അത് താരൻ കുറയ്ക്കാൻ നല്ലൊരു പരിധി വരെ സഹായിക്കും. തലയുടെ ചൊറിച്ചിൽ കുറയ്ക്കും. അതുപോലെ കുറച്ച് കാലം കഴിയുമ്പോൾ ചീപ്പ് കളഞ്ഞിട്ട് പുതിയ ചീപ്പ് വാങ്ങുന്നതിനും കുഴപ്പമില്ല. അങ്ങനെ അതുപോലെ തന്നെ ആദ്യം നമ്മൾ വാങ്ങിച്ച് ചീപ്പ് ഉപയോഗിക്കുമ്പോഴേ ചീപ്പിൻ്റെ അറ്റ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതാണ് നല്ലത്. ഷാർപ്പായിട്ടിരിക്കുന്നിട്ട് നമുക്കത് മുറിഞ്ഞ് സ്ക്രാച്ചസ് വീണാൽ പിന്നെയും താരൻ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചീപ്പ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാവുള്ളത് അങ്ങനെയാണ്. അപ്പോൾ കണക്കിന് മുടിയുടെ തിക്നെസ് അനുസരിച്ചിട്ട്, മുടിയുടെ കട്ടി, നിങ്ങൾക്ക് എന്തുമാത്രം മുടിയുണ്ട് അതനുസരിച്ചിട്ട് അകന്ന പല്ലുള്ളതോ അടുത്ത പല്ലുള്ളതോ വാങ്ങിക്കാം. പക്ഷേ പല്ലിൻ്റെ അറ്റം നല്ല മൂർച്ചയില്ലാത്തത് ഉരുണ്ടതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വേറൊരാളുടെ ചീപ്പ് എടുത്ത്, വീട്ടിലുള്ളവരാണെങ്കിലും എടുത്ത് നമ്മൾ കോതാതിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അപ്പോഴും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പകരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം ചീപ്പാണെങ്കിലും വേറെ വൈഫിനോ അല്ലെങ്കിൽ മക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യമായിട്ട് ഒന്നും മാറാൻ പാടില്ല. തന്നത്തെ ഒരേ ചീപ്പിട്ട് പോകുന്നതാണ് നല്ല. അതും ഒരു 2-3 മാസം കൂടുമ്പോൾ ചീപ്പ് കളഞ്ഞിട്ട് പുതിയൊരു ചീപ്പ് വാങ്ങിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളണം. ചീപ്പ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഇതൊക്കെ ചെറിയ ടിപ്സാണ്, പക്ഷെ നല്ല പ്രയോജനം ചെയ്യും. നിങ്ങൾ ഇൻഫെക്ഷൻ വരാതിരിക്കാനും തലചൊറിച്ചിട്ട് വരാതിരിക്കാനും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ തല ചൊറിയുമ്പം നമുക്കത് നഖത്തിൻ്റെ തൊട്ട് വരാം. നഖത്തിൻ്റെ കെയറിങ്ങിനെല്ല ഓരോന്നൊരു സിമ്പിൾ ടിപ്സാണ്. അപ്പോൾ നിങ്ങൾക്കിത് ആദ്യത്തെ ഒരു ടിപ്പാണിത്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ടിപ്സും പറയും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി, ഞാൻ ഇങ്ങനെ ചെയ്യുകയല്ലേ, അതുകൊണ്ടാണ് ഇത് മാറാത്തതെന്ന് മനസ്സിലാവും. അപ്പം അത് ശ്രദ്ധിച്ചോളണം. അപ്പോൾ താരൻ മാറാനുള്ളൊരു പ്രധാന ഗുണം ഇൻഫെക്ഷൻ കുറയ്ക്കാനും ഒക്കെ നമ്മൾ സോപ്പ്
ഈ ഷാമ്പു തലയിൽ സോപ്പ് ഷാമ്പു എണ്ണയൊന്നും ഇട്ടുകൂടാ. ചീപ്പ് ശരിക്കും നല്ലതുപോലെ ഡെയിലി കഴുകുകയും വേണം. അപ്പം ഇതാണ് ആദ്യത്തെ ടിപ്പ്. അപ്പോൾ ഇത് നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. പേൻ ചീപ്പാണെങ്കിലും മറ്റേ ചീപ്പാണെങ്കിലും ഇതുപോലെ ചെയ്യണം. അടുക്ക് നമ്മുടെ തിക്നെസ് അനുസരിച്ച് അടുക്ക് കുറഞ്ഞുകൊണ്ട് അതിൻ്റെ അറ്റത്ത് റൗണ്ട് ആയിട്ടുള്ളത് വേണം വാങ്ങിക്കാൻ. അപ്പോൾ അതാണ് നല്ലത്. അപ്പം എണ്ണമയം ഉണ്ടോയെന്ന് അഥവാ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചില്ലേ എണ്ണമയം ഉണ്ടോയെന്ന് ഇങ്ങനെ ഒന്ന് മണത്ത് പോകണം ചീപ്പ്. അപ്പം നമുക്കറിയാം അതിനകത്തൊരു കനച്ച മണമുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ചീപ്പ് കോതുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം കോതിയാലും കിട്ടും, ഇൻഫെക്ഷൻ കിട്ടും. അപ്പോൾ ഇതുപോലെ ഇതിൽ പറഞ്ഞ പോലെ നമ്മളിപ്പം ബാർബർ ഷോപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം ബ്യൂട്ടി പാർലറിലോ സലൂണിലോ പോകുമ്പം അവിടെ ഇരിക്കുന്ന ചീപ്പ് കൊണ്ട് നിങ്ങൾക്ക് തല കോതും. അങ്ങനെ കോതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലവരുടെയും ദേഹത്തിരുന്ന ഇൻഫെക്ഷൻസ് നിങ്ങളുടെ തലയിൽ കിട്ടും. അപ്പോൾ 100% നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ നീ കോതുന്ന പ്ലാസ്റ്റിക് ചീപ്പിട്ട് കോതുന്നത് ബോയിൽഡ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഷാമ്പൂ ഇട്ട് കഴുകിയിട്ട് തലയിൽ തൊടാൻ സമ്മതിക്കാവും. അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്തുള്ള ഇൻഫെക്ഷൻ നിങ്ങളുടെ തലയിൽ കയറും. അപ്പം നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഡാൻഡ്രഫിനുള്ള മരുന്നുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം നല്ല കുറഞ്ഞു കഴിഞ്ഞ് പിന്നെയും പോയി അവിടെ ചെന്നിരുന്ന് ബാർബർ ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി പാർലറോ സലൂണിലോ പോയിരുന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നമുക്ക് പിന്നെയും സെക്കൻഡറി ഇൻഫെക്ഷനും ഇത് കിട്ടും. പിന്നെയും സ്കിന്ന് തല കുളമാവും. അപ്പോൾ ഇത് നമുക്കൊരു നല്ലൊരു ടിപ്പാണ് തല സൂക്ഷിച്ച് വയ്ക്കാനായിട്ട്. അപ്പം ഇതാണ് ആദ്യത്തെ തലമുടിയുടെ ടിപ്പ്. അപ്പം ഇതേപോലെ ചീപ്പ് നല്ല വൃത്തിയായി സൂക്ഷിക്കുക. വേറെ ആരുടെയും ചീപ്പ് ഉപയോഗിക്കാതിരിക്കുക. ബ്യൂട്ടി പാർലറിലോ സലൂണിലോ ഒക്കെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ചീപ്പ് നല്ലതുപോലെ അപ്പം തന്നെ ഷാമ്പൂ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് തലയിൽ തൊടാൻ സമ്മതിക്കാവും. അതുപോലെ കൈയൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അവർ ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നിങ്ങളുടെ മുടിക്ക് ഭയങ്കരമായിട്ട് നല്ലതാണ്. തലചൊറിച്ചിലിന് മാറ്റം വരും. താരം പിന്നെയും വരാതിരിക്കും. ഈവൻ മീശയിലാണെങ്കിൽ പോലും ശ്രദ്ധിച്ചോളുക. ഇത് തന്നിട്ട് ഇങ്ങനെ നമ്മൾ അതുപോലെ ഇതുപോലെ കത്തിരിയുടെ തുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകണം. കാരണം അതിനകത്ത് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നനഞ്ഞ ആ എണ്ണയോട് കൂടിയുള്ളൊരു മണം കാണും. അപ്പോൾ കത്തിരിയും ഇതുപോലെ നല്ല സ്റ്റെറിലൈസ്ഡ് കത്തിരിയിട്ട് അവരെ മുടി വെട്ടാൻ സമ്മതിക്കാവോ, അല്ലെങ്കിൽ മുടി അത് അറേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇൻഫെക്ഷൻ പോലെ കിട്ടും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരോ ബോഡിയിലുള്ള നിങ്ങൾ സിമ്പിളാണ്, വളരെ ശ്രദ്ധിക്കാതെ നിങ്ങൾ അവിടെ ഇട്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്കിങ്ങനെ ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യാം. ഓരോരോ ടിപ്പായിട്ട് ഇങ്ങനെ ഓരോ എപ്പിസോഡായിട്ട് പറയാം. അപ്പം നാളെ നമ്മളിതുപോലെ കമ്മലിടുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ ഡൈ ചെയ്താൽ എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ, ഡൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ ഉള്ളത് നാളത്തെ അതിനകത്ത് പറയാം. അപ്പം അങ്ങനെ അപ്പം ചീപ്പിൻ്റെ കാര്യം ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ഏത് ചീപ്പ് അപ്പം ചിലർ ചോദിക്കും ചീപ്പ് ഉപയോഗിക്കണോ നീളത്തിലുള്ള ചീപ്പ് ഉപയോഗിക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ വട്ടത്തിലുള്ളൊരു ചീപ്പാണെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞാൽ അതിനകത്ത് മുടി എൻറ്റാങ്കിൾ ചെയ്തിരിക്കും. അതിനെ എടുത്തിട്ട് അതിന് കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിങ്ങനെ ഒതുക്കി വയ്ക്കാൻ കുറച്ചുകൂടെ കൂടുതൽ നല്ലതാണ്. പക്ഷേ ഏറ്റവും നല്ലത് നീളമുള്ള ചീപ്പാണെന്നാണ് എൻ്റെ വിചാരം. ഞാനും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. തിക്കായിട്ടുള്ള മുടിക്കും നല്ല നീളമുള്ള ചീപ്പ് തന്നെയാണ് നല്ലത്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ മുടി അതിൻ്റെ അറ്റം ഇങ്ങനെ വളഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അത് നമുക്ക് തട്ടി സ്ക്രാച്ചസ് ഉണ്ടായി സ്കാൽപ്പിന് കേടുണ്ടാവും. അപ്പോൾ ഇതൊരു പ്രധാന ടിപ്പാണ്. ഇത് മുടി എപ്പോഴും ഹെയർ കെയറിൽ വരുന്നൊരു പ്രധാന കാര്യം ഇതാണ്. ചീപ്പ് ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ അടുത്ത് പലരും ചോദിക്കും ചൂടുവെള്ളത്തിലാണോ പച്ചവെള്ളത്തിലാണോ കുളിക്കാൻ വേണ്ടത്. അപ്പം എനിക്കിഷ്ടം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ്. അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്. പക്ഷേ ഈ പച്ചവെള്ളത്തിൽ കുളിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആറ്റിൻ്റെ കര, വയലിൻ്റെ കര, അല്ല അതുപോലെ തന്നെ അങ്ങനത്തെ കാട്ടിനകത്ത് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോഴും അങ്ങനെയുള്ളിടത്തൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം പൂപ്പൽ കാണാൻ സാധ്യതയുണ്ട്. അനക്കല്ലാത്ത പൂപ്പൽ അല്ലെങ്കിൽ വരാൻ നമ്മുടെ ഈ ടാങ്കിൻ്റെ അടിയിലെല്ലാം കെട്ടി നിൽക്കുന്ന പൂപ്പലുണ്ട്. പൂപ്പലിനകത്ത് വരും. പൂപ്പൽ തലയിൽ വീണാൽ കൊള്ളൂല. പൂപ്പൽ തലയിൽ വീണിട്ട് ഇൻഫെക്ഷൻ പോലെ ഉണ്ടാകും. പൂപ്പൽ വന്നു കഴിഞ്ഞാൽ അതേസമയം വെള്ളം നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് ചത്തുപോകും. അപ്പോൾ അത് നല്ലതാണ്. അപ്പം വൃത്തിയായിരിക്കും. അപ്പം മുടിക്ക് ഈ ഫംഗസ് ഇൻഫെക്ഷൻ മുടിയിൽ വരുന്ന പോലത്തെ വരാതിരിക്കാനും അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാനും ഈ ചൂടുവെള്ളം നല്ലതാണ്. അപ്പോൾ ചെറിയ ചൂടുവെള്ളമാണ് ഇങ്ങനത്തെ സാധ്യത ഉള്ളിടത്ത് നല്ലത്. അതുപോലെ തണുപ്പുള്ളിടത്തെല്ലാം എല്ലാവരും ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പൂപ്പൽ എന്ന് പറയുന്ന സാധനം നമ്മുടെ ആറ്റിൻ്റെ കരയിൽ അതുപോലെ തന്നെ വയലിൻ്റെ കരയിലെല്ലാം എപ്പം നല്ലതുപോലെ കാട്ടിനകത്ത് തണുപ്പ് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ശരിക്കും കാണും. അപ്പോൾ ആ ഏരിയയിലെല്ലാം ഉള്ളത് ചൂടുവെള്ളത്തിൽ ചെറിയ ചൂടുവെള്ളം ആക്കിയിട്ട് കുളിക്കുന്നതാണ് മുടിക്ക് നല്ലത്. കാരണം നമ്മളിത് കുളിച്ചതിന് ശേഷം എത്ര നമ്മൾ തല തോർത്തിയാലും ചിലപ്പോൾ ഈ പൂപ്പൽ പോകണമെന്നില്ല, വെള്ളം നനവ് പോകണമെന്നില്ല. അതാണ് വെള്ളം നനവോടുകൂടിയും മുടി കെട്ടി വയ്ക്കാൻ പാടില്ല.
കാരണം എന്ന് പറഞ്ഞാൽ മുടി കെട്ടി വയ്ക്കുകയോ മുടി കോതി വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ ഇതുപോലെ പൂപ്പലുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അത് ഇതിനകത്ത് കെട്ടി നിന്നിട്ട് അത് നല്ലതുപോലെ ഈ മുടിയെ ചീത്തയാക്കും. മുടിയുടെ കരണ്ട് തിന്നുന്ന പോലെ ഒരു പൊട്ടി പൊട്ടി പോയി ഇങ്ങനെ കാ പോലെ വരും. ആ പൂപ്പൽ തന്നെ നമുക്ക് തലയോട്ടിലോട്ട് പിടിച്ചിട്ട് ഇൻഫെക്ഷൻ പോലെ അത് ചൊറിച്ചിൽ പോലെയൊക്കെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പ്രത്യേകിച്ച് വെള്ളം കൊള്ളുമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ, വെള്ളം കൊള്ളില്ല മീൻസ് ഇതുപോലെ പൂപ്പലുള്ള വെള്ളം, അതിൽ അഴുക്കും കാണാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലപ്പം തീരത്തൊക്കെ നമുക്ക് മൃഗങ്ങളുടെ മലവും അങ്ങനത്തെ എല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ ചൂടുവെള്ളം അതിൽ ആഴം കുറഞ്ഞ കിണറിലൊക്കെ ഇതുപോലെ വെള്ളം എലിയോ കാറ്റ് അങ്ങനെ എല്ലാത്തിനും ചത്ത് കിടക്കുന്നതൊക്കെ വരാറില്ല. അപ്പോൾ നമ്മൾ വായിലെല്ലാം ഇങ്ങനെ ആവും കുളിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് എപ്പോഴും തലമുടിക്ക് നല്ലത്. അതുപോലെ മുടി നല്ലതുപോലെ വൃത്തിയായിട്ട് നമ്മൾ കഴുകിക്കളഞ്ഞതിന് ശേഷമേ തലമുടി കെട്ടി വയ്ക്കാവൂ. അല്ലെങ്കിൽ ഈ വെള്ളം നനവോടുകൂടി കെട്ടി വന്നിട്ട് ഇൻഫെക്ഷൻ പോലെ വരും. അത് മുടിക്ക് ഭയങ്കര കേടുണ്ടാക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ. അപ്പം നമ്മൾ ആദ്യത്തെ കാര്യം അപ്പോൾ ഇങ്ങനെ ഓരോരോ ടിപ്പായിട്ട് പറയാം. ഇപ്പം മുടി ചീപ്പാണെങ്കിലും നല്ല വൃത്തിയായിട്ട് കഴുകുക. അത് ഷാമ്പൂ ഇട്ട് നല്ലൊരു പഴയ ബ്രഷ് വെച്ച് കഴുകി എന്നും ഡെയിലി ചെയ്യണം. ഡെയിലി അത് രാവിലെ ചെയ്തിട്ട് തലയിലെടുത്ത് കോതാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഈ പറഞ്ഞ പോലെ കിട്ടും. തലയിൽ സ്കാൽപ്പിൽ ചൊറിച്ചിലുണ്ടാവില്ല. അതുപോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ ഇപ്പോൾ ഭയങ്കര ഹാർഡ് വാട്ടറുള്ളടത്ത് ചൂടുവെള്ളമാണ് നല്ലത്. ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ഈ പൂപ്പലുള്ളത് വന്ന് നമ്മുടെ തലയിൽ അടിഞ്ഞ് നമ്മുടെ കാ പോലെ വരാതെയും അതുപോലെ തന്നെ നമുക്കെല്ലാം ജട പോലെ വരാതിരിക്കാനൊക്കെ നല്ലത് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ഈ തലയിലുള്ളൊരു അകത്തുള്ളൊരു എണ്ണമയവും കുറയുകയും ചെയ്യും. അതുകൊണ്ട് നല്ല. അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് എപ്പോഴും മുടിക്ക് ആരോഗ്യത്തിന് നല്ലത്. അത് രാവിലത്തെ കുളിക്കാനുള്ളൊരു മടിയുള്ള പിള്ളേർക്കും അതങ്ങ് മാറും. ചിലർക്ക് ഇങ്ങനെ ഭയങ്കര മടിയാണ്, രാവിലെ എണീറ്റ് ബോഡി ചൂടായിരിക്കുമ്പോൾ തണുത്ത വെള്ളം ഒഴിച്ച് ഭയങ്കര കുളിരും. അങ്ങനെയുള്ളവർക്കും ഈ ചെറിയ ചൂടുവെള്ളം നല്ലതാണ്. പക്ഷേ ചൂടുവെള്ളത്തിൻ്റെ ഹെൽത്തി ആസ്പെക്റ്റ് ഇതാണ്. ഫംഗസ് അതിനകത്തുള്ളത് ചത്തുപോകും. അത് നല്ല മുടിക്ക് കേടുണ്ടാവാതിരിക്കാൻ സഹായിക്കും. കെട്ടോ അങ്ങനത്തെയൊക്കെ ഉണ്ടാവാതിരിക്കാനും സഹായിക്കും. അപ്പോൾ എപ്പോഴും അതാണ് ബെറ്റർ. അതുപോലെ പ്രത്യേകിച്ച് ഈ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോഴവരുടെ ടാങ്കിനകത്തൊക്കെ അതിനകത്ത് നല്ലപോലെ പൂപ്പൽ കാണാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആറ്റിൻ്റെ കര അങ്ങനത്തെയൊക്കെ. അതുപോലെ ചീപ്പ് എവിടെയും മുടി വെട്ടാൻ പോകുമ്പോഴും നിർബന്ധമായിട്ടും അവിടുത്തെ ചീപ്പ് കഴുകി ഉപയോഗിക്കാൻ പറയണം. വേറെ ആരുടെയും ചീപ്പ് നമ്മളെടുത്ത് തലയിൽ തേക്കാൻ പാടില്ല. അത് സിമ്പിളാണ് സാധനം. പക്ഷേ ഒരു പ്രാവശ്യം തേച്ച് പോയാൽ നമുക്ക് ഇൻഫെക്ഷൻ കിട്ടും. പിന്നെ മാറാൻ മാസങ്ങളെടുക്കും. അപ്പോൾ അതുകൊണ്ട് ചീപ്പ് വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചീപ്പ് ഉപയോഗിക്കുന്നവർ. മിക്കവാറും എല്ലാവരും 90% മുടിയില്ലാത്തവരും ചീപ്പ് ഉപയോഗിക്കും. അപ്പം ചീപ്പിൻ്റെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിച്ചോളുക. വേറെ ആരുടെയും ചീപ്പ് നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇൻഫെക്ഷൻ പകരുന്നതാണ്. സാധാ ഡാൻഡ്രഫ് പകരില്ല, പക്ഷേ ഇൻഫെക്റ്റഡ് താരൻ പകരും. നമ്മളിങ്ങനെ ചീപ്പ് ഉപയോഗിച്ച് ഇൻഫെക്റ്റഡ് ആവും, അത് പകരും, അങ്ങോട്ടും ഇങ്ങോട്ടും വരും. അപ്പോൾ അത് മാറാതെ നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ അത് നല്ലൊരു പ്രധാനമായിട്ടൊരു മുടിക്കുള്ളൊരു ടിപ്പാണ്. അപ്പം നമ്മളതുപോലെ മുടി നല്ലതുപോലെ ഈ വളർത്തുന്നവരാണെങ്കിൽ അത് നല്ല വൃത്തിയാവാനൊക്കെ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ റിബണാണെങ്കിലും അതിൽ നമ്മൾ അതിൽ വെച്ച് ക്ലിപ്പാണെങ്കിലും നിങ്ങൾ വെറും കെയർലെസ് ആയിട്ടാണ് എടുത്ത് വെച്ചിട്ട് പോകണം. എനിക്ക് എപ്പോഴും അറിയാം ആ ബാൻഡൊക്കെ ചുമ്മാ കഴുകത്തോലുമില്ല. അപ്പോൾ അതിനകത്തൊക്കെ ഇതുപോലെ ഇൻഫെക്റ്റഡ് താരൻ്റെ ഇത് കാണും. അപ്പോൾ ക്ലിപ്പിനകത്തെല്ലാം കാണും. അപ്പോൾ അതിൻ്റെ അറ്റവും ഇതുപോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിർബന്ധമായിട്ടും കഴുകണം. അതിപ്പം ആഴ്ച ഒരിക്കലായാലും മതി. കാരണം അത് ഉള്ളിലോട്ട് തട്ടുന്നില്ലല്ലോ. ചീപ്പാണെങ്കിൽ നല്ലപോലെ ഉള്ളിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ കൊണ്ട് അതുകൊണ്ട് ഡെയിലി തന്നെ ചെയ്യണം. ഈ ക്ലിപ്പും ബാൻഡും ഒക്കെ ആഴ്ച ഒരിക്കലെങ്കിലും നല്ല വൃത്തിയായിട്ട് കഴുകണം. അല്ലെങ്കിൽ മുടി ചീത്തയാവും, മുടിയിൽ ഇൻഫെക്ഷൻ. അതിനകത്ത് നമ്മൾ മണപ്പിച്ച് നോക്കുമ്പോൾ അറിയാം അതിനകത്തൊരു വൃത്തിയായിട്ടൊരു സ്മെല്ലുണ്ട്. ഈ എണ്ണയും എല്ലാം കൂടെ ഒരു കനച്ചൊരു സ്മെല്ല് വരും. അത് നമ്മുടെ ഇളകി പോകുന്ന തൊലിയും താരൻ എന്ന് പറഞ്ഞാൽ തൊലി എണ്ണമയോ എല്ലാം കൂടെ ചേർന്നുള്ളതാണ് ഈ സാധനം അഴുക്കുകൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ബാൻഡ്, റിബൺ, അതുപോലെ തന്നെ ചീപ്പ് നമ്മൾ പ്രത്യേകിച്ച് മുടി വെട്ടാൻ പോകുമ്പോൾ ഉള്ളത്, അതുപോലെ നമ്മുടെ സ്വന്തം ചീപ്പും വീട്ടിലുള്ളവരുടെ വല്ലവരുടെയും ചീപ്പ് മാറി മാറി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. സ്വന്തം അവരവരുടെ ചീപ്പ് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പം ഇത് ഹെയർ കെയറിൻ്റെ ഒരു സിമ്പിൾ ടിപ്പാണ്. നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അത് മുടിയുടെ ആ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ അടുത്തൊരു ടിപ്പുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.